വചനമൊഴി ഫെബ്രുവരി 5. വചനഭാഗം കൊളോസോസ് 2:6-10, മത്തായിയുടെ സുവിശേഷം 12:15-21. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അനേകം പേർ ഈശോയെ അനുഗമിച്ചു. അവരെയെല്ലാം അവൻ സുഖപ്പെടുത്തി. തന്നെ പരസ്യപ്പെടുത്തുന്നതിൽ നിന്ന് അവൻ അവരെ വിലക്കി. ഇത് യെശയ്യാ പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് പൂർത്തിയാകാനാണ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. ഞാൻ അവൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ അയക്കും. അവൻ വിജാതിരെ ന്യായവിധി അറിയിക്കും. അവൻ തർക്കിക്കുകയോ ഒച്ചവെക്കുകയോ ഇല്ല. തെരുവീഥികളിൽ അവൻ്റെ ശബ്ദമാരും കേൾക്കുകയുമില്ല. നീതിയെ വിജയത്തിലെത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല, പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല. അവൻ്റെ നാമത്തിൽ വിജാതിയർ പ്രത്യാശ വയ്ക്കും. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നാം ശ്രവിച്ച സുവിശേഷ ഭാഗത്ത് പ്രധാനമായും പഴയ നിയമത്തിൽ നിന്നുമുള്ള ഒരു ഉദ്ധരണിയാണ് ചേർത്തിരിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ. വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് യെശയ്യാ പ്രവചിച്ച പ്രവചന ഭാഗമാണ് അത്. ഈശോയുടെ ദൗത്യം എന്താണ് എന്ന് ഈ വചനത്തിലൂടെ പ്രവാചകൻ പറയുകയാണ്. കർത്താവിൻ്റെ ദാസനും കർത്താവിൻ്റെ പ്രിയപ്പെട്ടവനുമെന്ന് വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് പ്രവാചകൻ പറയുന്നു. കർത്താവിൻ്റെ ആത്മാവ് പ്രസാദിച്ച പ്രിയപ്പെട്ടവൻ, കർത്താവിൻ്റെ അരൂപി അവനിലൂടെ പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ ചൈതന്യമാണ് അവനിൽ പ്രവർത്തിക്കുന്നത്. അവൻ്റെ ദൗത്യം ജനതകളെ ന്യായവിധി അറിയിക്കുക, എല്ലാ ജനതകൾക്കും പ്രത്യാശ അർപ്പിക്കാവുന്ന ഒരു നാമമായി മാറുക, സകല മനുഷ്യകുലത്തിനും രക്ഷ മിശിഹായിലൂടെയുണ്ട് എന്ന സന്ദേശമാണ് ഈ വചനം നൽകുന്നത്. ഈശോ മിശിഹായുടെ ക്ഷമാശീലത്തെ ദ്യോതിപ്പിക്കുന്ന ഈ വചനങ്ങളിൽ മനുഷ്യകുലത്തെ മുഴുവൻ രക്ഷിക്കുന്ന, വീണ്ടെടുക്കുന്ന രക്ഷാകര പദ്ധതി ദൈവം ക്ഷമയോടെ കാത്തിരിക്കുന്നു. പലവിധത്തിലുള്ള അനീതികൾ നമുക്ക് ചുറ്റും നടമാടുമ്പോൾ കർത്താവിൻ ശരണപ്പെട്ട് ദീർഘക്ഷമയോടെ നീതിയുടെ വിജയത്തിനായി കാത്തിരിക്കുവാൻ, അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ, പ്രവർത്തിക്കുവാൻ തിരുവചനം നമ്മെ ക്ഷണിക്കുന്നു. ദീർഘക്ഷമയും നീതിബോധവുമുള്ളവരായി മാറുവാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.